ായിരുന്നു. അപ്പൊ അന്ന് തൊട്ട് നമുക്ക് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, സന്ധ്യ എന്നും പറഞ്ഞു. സന്ധ്യയായിട്ടുള്ള ബന്ധം കൊണ്ട് സന്ധ്യ പറഞ്ഞു ഡെപ്പോസിറ്റ് സ്വീകരിക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു സന്ധ്യക്ക്. അപ്പൊ സന്ധ്യ പറഞ്ഞു ഡെപ്പോസിറ്റ് സ്വീകരിക്കാനായിട്ട് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു. 2006 സാബ് ഓസ്ട്രേലിയക്ക് പോകുന്നത്. 2007 തൊട്ട് ഞങ്ങൾ അവിടെ പൈസ ഇടുന്നതാണ്. പൈസ ഇട്ട് ഇത്രയും കാലം അവിടെയായിരുന്നു പൈസ ഇടുന്നത് മുഴുവൻ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു സ്ഥല കച്ചവടം വന്നു ഞങ്ങൾക്ക്. കഞ്ഞിക്കുഴിയിലേതായിട്ടൊരു വെച്ചുമാറ്റം വന്നു. ഞങ്ങൾക്ക് അന്നേരം പൈസ വേണ്ടി വന്നു. അന്നേരമാണ് അറിയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതായത് നമുക്ക് 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണമായിരുന്നു. അഡ്വാൻസ് കൊടുക്കാനായിട്ട് ഞങ്ങൾ 10 ലക്ഷം രൂപ ചെന്ന് ചോദിച്ചു. ഒത്തിരി പൈസ നമ്മുടെ അവിടെ കിടപ്പുണ്ട്. അന്നേരം 10 ലക്ഷം രൂപ ചോദിച്ചപ്പോഴത്തേക്കും അവിടുന്ന് വെപ്രാളപ്പെട്ട സെക്രട്ടറിയും ബാക്കി എല്ലാവരും കൂടി ഇങ്ങോട്ട് ഓടി വന്നു, കടയിലോട്ട് ഓടി വന്നു. അങ്ങനെ പറ്റത്തില്ല, ഇപ്പൊ പൈസ ഉണ്ടാകാൻ നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് കാശുണ്ടാകുന്ന കേസല്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ നടന്ന് കുറച്ച് പൈസ ഞങ്ങൾക്ക് ആദ്യം തന്നു അഡ്വാൻസ് കൊടുക്കാനായിട്ട്. ഒത്തിരി പ്രാവശ്യം പുറകെ നടന്ന് റിക്വസ്റ്റ് ചെയ്ത് കരഞ്ഞ് ഞാൻ പല പ്രാവശ്യം ബാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് പൈസ കുറച്ച് തന്നത്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്തു. ബാക്കി പൈസയും കുറേശ്ശെ ആയിട്ട് തന്നു. സ്ഥലം മേടിച്ച് ഞങ്ങളത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പൈസ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പൈസ 1 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരണം. കാരണം ഞങ്ങൾക്ക് പല ആവശ്യമുണ്ട്. കാരണന്മാർ വയ്യാതെ കിടക്കുന്നതാണ്. ഞങ്ങൾക്ക് പല ആവശ്യമുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസം, പല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് പൈസ വേണം. അപ്പൊ ഞങ്ങളുടെ പൈസ 5 ലക്ഷം രൂപ വെച്ച് മാസം തന്നേക്കാന്ന് പറഞ്ഞു. ബാക്കി അത് ബോർഡ് മെമ്പേഴ്സ് എല്ലാം കൂടെ കൂടിയിട്ട് തീരുമാനിച്ചതാണ്. അവരത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും വാക്ക് മാറിയിട്ട് അവർ പറഞ്ഞു 3 ലക്ഷം വീതം തരാന്ന് പറഞ്ഞു. എന്നെ തെരുതെരെ അങ്ങോട്ട് വിളിക്കുന്ന സാവ് പോവുകയില്ല, പരമാവധി സാവ് പോവുകയില്ല. ഞാനാണ് എപ്പോഴും ഈ ബാങ്കിന്റെ ഇടപാടും കാര്യങ്ങൾക്കെല്ലാം ഓടുന്നത്. സാവുവിന് പറയാനുള്ള ശക്തി ഇല്ല ആൾക്ക്. ഞാനാണ് പിടിച്ചു നിർത്തുന്നത് കാര്യങ്ങൾ. അങ്ങനെ 3 ലക്ഷം വീതം തന്നേക്കാന്ന് പറഞ്ഞു. അതും പറഞ്ഞു വിട്ട് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞവൻ പറഞ്ഞു അതും നടക്കുന്ന കേസല്ല, നിങ്ങൾക്ക് അത്രയും പൈസ തരാനുള്ള ഞങ്ങൾക്ക് അതില്ല. സാറേ പറഞ്ഞ് വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. വാക്ക് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾക്ക് പൈസ വേണം, ഞങ്ങൾക്ക് പല കാര്യങ്ങളും നടത്താനുണ്ട്. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവർ ബോർഡ് മീറ്റിംഗ് വെച്ച് പിന്നെയും വിളിക്കുക, ഞങ്ങളെ തരാന്ന് വിളിക്കുക. ഞങ്ങൾ മാസം തോറും പൈസ കയറ്റുമ്പോൾ ഒരിക്കലും സമയത്ത് തരത്തില്ല. ചാച്ചനൊക്കെ അറിയാം. അതിനോടൊക്കെ പറഞ്ഞ് ഞാൻ അമ്മച്ചിയും ചാച്ചനും വയ്യാതെ ഇവിടെ കിടപ്പിലാണ്. എന്നിട്ട് കട അടച്ചേച്ചാണ് പോകുന്നത് ചോദിക്കാനായിട്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു തരത്തിലും നമ്മളെ ഹരാസ് ചെയ്യുന്ന രീതിയിലാണ് സെക്രട്ടറിയുടെ ഒക്കെ പെരുമാറ്റം. ഒരു പ്രാവശ്യം റെജി എന്ന് പറഞ്ഞ സെക്രട്ടറി എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് ക്യാൻസർ ആയിട്ട് നീ വന്നേക്കുവാണ് പൈസ ചോദിക്കാനായിട്ട് ചോദിച്ചു. അതുപോലെ വിഷമിച്ച ദിവസങ്ങളുണ്ട്. ഞാൻ കരഞ്ഞു കൂവി അവിടെ നിന്ന് ഇറങ്ങി ഓടുക ചെയ്തു. പല ദിവസവും മാർക്കറ്റിൽ വെച്ച് കരഞ്ഞിട്ടുണ്ട്. അവരെന്റെ പുറകെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ അവസ്ഥയിൽ ഞാൻ പല പ്രാവശ്യം കരഞ്ഞ് എല്ലാ പ്രാവശ്യവും സാവുരം വിളിക്കും. ഇവിടുന്ന് കടയടച്ചേച്ച് അങ്ങോട്ട് വരും. കടയടച്ചേച്ച് വന്നിട്ട് ബാക്കി ചോദിക്കും പൈസ. എന്നിട്ട് പിന്നെ ബോർഡ് മെമ്പേഴ്സ് പിന്നെ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു 1 ലക്ഷം രൂപയും ബാക്കി നിങ്ങളുടെ പലിശയും കൂട്ടി ഓരോ മാസം തരാന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. അവര് പറയുന്ന അവരുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, സമ്മതിച്ചു. അവർ ബാങ്ക് ലോണായിട്ട് കൊടുത്തേക്ക് പുറത്ത് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു. നിങ്ങൾ പറയുന്ന എഗ്രിമെന്റ് ഞങ്ങൾക്ക്, പക്ഷെ ഞങ്ങൾക്ക് പൈസ കിട്ടണം. ഞങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ട്, പിള്ളേരുടെ കാര്യങ്ങളും എല്ലാം നടക്കണം. 1.25 ലക്ഷം. ഓക്കെ, 1.25 ലക്ഷം എന്ന് പറഞ്ഞേച്ച് പോന്നിട്ട് എല്ലാ മാസവും സമയത്ത് ചെല്ലുമ്പോൾ ഒരിക്കലും പൈസ തരികയില്ല. ഉച്ച കഴിഞ്ഞ് വാ, വൈകുന്നേരം വാ, മണിക്കൂറുകൾ അവിടെ പിടിച്ചിരുത്തുകയാണ്. ഞങ്ങളെ അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ട് അവർ. അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ. സാബു ഭയങ്കര ഹരാസായി. ഇങ്ങനെ വിഷമം കാരണം ഒരു തരത്തിലും പറ്റത്തില്ലാത്ത അവസ്ഥയിൽ. അത് കഴിഞ്ഞ മാസം ക്രിസ്മസിന് സാധനം എടുക്കാൻ പോകാനാ, കുറച്ച് പൈസ തരാൻ പറഞ്ഞു. അന്നേരവും ചെന്നപ്പോ പൈസ ഇല്ല, അവര് തരത്തില്ല. അത് വായിക്ക് വരുന്ന എല്ലാം അങ്ങ് സംസാരിക്കുകയാണ് അവര്. നിങ്ങളൊന്ന് മേടിച്ചെടുക്കുന്ന കാണാലോ. അങ്ങ് കഴിഞ്ഞ് ഈ ക്രിസ്മസിന് സാധനം എടുക്കാനായിട്ട് കുറച്ച് പൈസ തന്നു. സാധനം എടുത്തോണ്ട് വന്നു. ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ഈ വൈറൽ പനിയും ചുമയൊക്കെ ആയിരുന്നു. പിന്നെ അതിന്റെ കൂടെ ബ്ലീഡിങ് തുടങ്ങിയിട്ട് ഒരു 10 വർഷമായത്. ഇപ്പൊ യൂട്രസിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുവായിരുന്നു. അമ്മച്ചി വയ്യാതൊക്കെ കിടക്കുന്നതുകൊണ്ടും അങ്ങനെ നീട്ടി വെച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ പെട്ടെന്ന് പോകേണ്ടി വന്നു. എന്നിട്ട് ഞങ്ങള് 4 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് 5 മണിയായപ്പോ ബാങ്കിൽ ചെന്നു. 4 ചെന്നു. 4 തൊട്ട് 5 വരെ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചു, കുറച്ച് പൈസ താ, നമുക്ക് ഓപ്പറേഷൻ ഒരു 2 ലക്ഷം രൂപയിലും ആവും. ഇൻഷുറൻസ് കിട്ടുമെന്ന് ഓർത്തോണ്ടിരുന്ന ഇൻഷുറൻസ് എടുത്തിട്ട് 1 വർഷമായുള്ളൂ. അത് യൂട്രസ് സംബന്ധമായ രോഗങ്ങൾക്ക് കിട്ടുകയില്ല. അത് 2 വർഷം കഴിയണം. അപ്പം നമുക്ക് പൈസ ഉണ്ടാണ്, 2 ലക്ഷം രൂപയിലും പെട്ടെന്നുണ്ടാണ്. അപ്പൊ അങ്ങനെ പൈസ തരണമെന്ന് പറഞ്ഞു. അവിടെ 5 മണി വരെ നിന്നിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. എന്നിട്ട് അവരൊരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. പൈസ ഇപ്പൊ ഉണ്ടാകുകയെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹളമായിരുന്നു. പിറ്റേ ദിവസം സാവി എന്നപ്പോ അവർ പൈസ കൊടുത്തില്ല. എന്നിട്ട് കൊച്ചി എന്ന് റിക്വസ്റ്റ് ചെയ്തു, എന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് എനിക്ക് എന്റെ അമ്മയെ വേണം.
ജീവനോടെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ 40,000 രൂപ തന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം മൊത്തം ഒരു 80,000 രൂപ എല്ലാം കൂടെ തന്നു പൈസ. അത് കഴിഞ്ഞ് 80 രൂപ അവിടെ കെട്ടിവെച്ചു. 80 രൂപയും കൊണ്ട് വല്ല ആവുമോ? ഞങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ ബില്ല് നിങ്ങൾ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് പോലും അവർ തരുന്നില്ല. അത് കഴിഞ്ഞ സാവു രാവിലെ പൈസയ്ക്ക് വേണ്ടി ചെന്നു. അതും കടയടച്ചിട്ടേച്ചാ പോകുന്നത്. കടയടച്ചിട്ടേച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്കും മറ്റേ ബിനോയ് എന്ന് പറയുന്ന പുള്ളി പോടാ പുല്ല എന്നൊരു വിളി. പോടാ പുല്ല് പൈസ മേടിച്ചോണ്ട് പോകുന്ന കാണാലോ. അവരന്നേരം ജീപ്പയിൽ കുറെ കേക്കും ആ സാധനങ്ങളും എല്ലാം കെട്ടിക്കൊണ്ട് പോവുകയാണ്. സാവ് പറഞ്ഞു ഇതുപോലെ ഹരാസ് ചെയ്യാനില്ല. റെജി പറഞ്ഞു എന്നോട് സംസാരിക്കും, ഞാൻ ആ പൈസ നിങ്ങളോട് മേടിച്ചത്, എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. സുജയും റെജി ബിനോയ് ആ ഹരാസ് ചെയ്തെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞത്.